ഹായ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സംതിങ് അബൌട്ട് റിലേഷൻഷിപ്പ്. ഞാനങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ബേസിക്കായിട്ടുള്ള എൻ്റെ അതർ റിലേഷൻഷിപ്പിലാണ് ശരി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇഷ്ടം എന്ന് പറയുന്ന കാര്യം മെയിൻറ്റെയിൻ ചെയ്യണ ഒരു കാര്യമാണ് അല്ലേ. ഇഷ്ടം എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ട് പോവാം. നമുക്കൊരു കാര്യത്തിനോട് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇഷ്ടം തോന്നും, പക്ഷേ അതൊരു ലോങ് ടേം കണ്ടൊന്നല്ല. നമുക്കൊരു കാര്യത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ നമുക്ക് ഇഷ്ടം തോന്നും. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ആ നാച്ചുറൽ ഫീലിംഗ് നഷ്ടപ്പെടും. അപ്പോഴാണ് നമുക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ലെവലിൽ പോകണം. ഞാൻ ആ ടൈപ്പല്ല. എനിക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ബി ടേക്ക് ഇൻ ടു ദ ലോങ് ടേം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യാൻ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം, ഏത് രീതിയിലാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകേണ്ടത് എന്ന് പോയിൻ്റ് ഓഫ് വ്യൂവിനനുസരിച്ചാണ് ഞാൻ ആ ഒരു ബിഹേവിയർ തന്നെ അതിൽ പ്ലാൻ ചെയ്യുക. കാരണം കൺസിസ്റ്റൻസ് ആയിട്ട് എങ്ങനെ ഇപ്പം നമ്മൾ ഒരു വ്യക്തി ഒരുപാട് കാലം ഇഷ്ടപ്പെടുക. കാരണം ഒരു പരിധി നമുക്ക് എല്ലാത്തിനും ഒരു ക്രൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒരു വ്യക്തിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ, അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി ആകരുത് ഒരാളോടുള്ള ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മൾ ഒരു ലോങ് ലേണിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ്. ഇപ്പോൾ പല ഇഷ്ടങ്ങളും നമുക്ക് പെട്ടെന്ന് നമ്മളെ വിട്ട് പോവും. അതായത് അത്രയും ഇതല്ല, ഒരു ക്രൈസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതാവും. എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ ഇല്ല. ഒരു കാര്യത്തിനോട് എനിക്ക് അങ്ങനെ ഇഷ്ടം വരാറില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കൺസെപ്റ്റാണ്. പക്ഷേ സം ടൈം അത് ഇല്ലാതാകാറുണ്ട്. ഞാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും. പിന്നെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഇഷ്ടമാണ് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം. ഞാനിപ്പോൾ ക്രിക്കറ്റൊന്നും കളിക്കുന്നില്ല. പക്ഷേ ഞാനെപ്പോഴും പറയണത്, ഒരു ഇഷ്ടം ആണ് ശരി, എന്താണ് ശരി, അതിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്ന സമയത്ത് എനിക്ക് സന്തോഷം കിട്ടണം, അല്ലെങ്കിൽ അത് എന്നെ ബോഡീനെ ചാർജ് ചെയ്യണം. ഒരു സന്തോഷമുണ്ട്, അത് എൻ്റെ ഒപ്പം ഉണ്ടാവണം. അത് അങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാവില്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യാൻ ശരി, അവർക്ക് വേണ്ടി എൻ്റെ സമയം മാറ്റുമ്പോൾ, അവർക്ക് വേണ്ടി എഫേർട്ട് കൊടുക്കുമ്പോഴും ഐ ഷുഡ് ബി ഹാപ്പിനെസ് എന്നതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ ഹാപ്പിനെസ് ഈസി അല്ല. അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മളൊരു ഹാപ്പിനെസ് കണ്ടിന്യൂസ് ആയി കൊണ്ടുവന്ന് നടക്കുക പറയുന്നത് ഇഷ്ടമല്ല. എനിക്കിപ്പോഴും ക്രിക്കറ്റ് ഇഷ്ടമാണ്. പല വ്യക്തികളും ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളി കാണുന്നത് നിർത്തി എന്ന് പറയും. എനിക്കതൊന്നുമില്ല, ഞാൻ എപ്പോഴും കാണും. അതിപ്പോൾ ആദ്യം തന്നെ അറിയാം, എനിക്കിഷ്ടമുള്ള പ്ലേയേഴ്സൊക്കെ റിട്ടയർ ചെയ്ത് പോയാൽ ഞാൻ ഇനിയും കാണും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഹാപ്പിനെസ് എന്ന രീതിയിൽ എപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ സച്ചിൻ ഉണ്ടായിരുന്നു, സച്ചിൻ റിട്ടയർ ചെയ്തു. ധോണി റിട്ടയർ, കോഹ്ലി റിട്ടയർ. ഇങ്ങനെ ആരൊക്കെ പോയാലും നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കും. കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നത്. ആ രീതിയിലാണ് ഞാൻ ഇഷ്ടങ്ങളെ കൊണ്ടുപോകാം. റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും എൻ്റെ തോട്ട് സിമ്പിൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ ഇൻറ്റൻസായിട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്കൊരു വ്യക്തിയോട് ഒരുപാട് ഇഷ്ടം തോന്നാറുണ്ട്. എല്ലാവരോടും ഞാൻ വളരെ ചെറിയൊരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഐ ഡോണ്ട് വാണ്ട് ഒരു ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ വളരെ കുറച്ച് പീപ്പിൾ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ കുറച്ച് ഇഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് ഇഷ്ടങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുള്ള ഒരു പേഴ്സൺസാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരുപാട് ഇഷ്ടം എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. ഞാൻ എപ്പോഴും കൺസിസ്റ്റൻസി വിശ്വസിക്കുന്ന ആളാണ്, ഇൻറ്റൻസിറ്റിയിൽ വിശ്വസിക്കുന്ന ആളല്ല. ഒരു പേഴ്സണോട് പോയിട്ട് ആ വ്യക്തിയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. കാരണം അത് വളരെ ഈസിയാണ് ഒരാളെ ഫീൽ ചെയ്യിപ്പിക്കുക, ഇൻറ്റൻസായി ഫീൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ ഇൻറ്റൻസായി ഫീൽ ചെയ്തിട്ട് അടുത്തതിന് ശേഷം പിന്നീട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. എനിക്കങ്ങനെയല്ല. ഞാനെപ്പോഴും ഒരാളോട് ഇഷ്ടം പറഞ്ഞാൽ കൺസിസ്റ്റൻ്റായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് അതിനെ ചിന്തിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ സാറ്റലൈറ്റ് വിട്ടിട്ട് ഭൂമിനെ അത് ചുറ്റിക്കൊണ്ടിരിക്കില്ല, അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചുറ്റിക്കൊണ്ടേയിരിക്കും എല്ലാ കാലത്തും. കാരണം ഞാൻ അതിലേക്ക് ലാൻഡ് ചെയ്യില്ല, എന്നാൽ ഞാൻ അതിനെ വിട്ട് പോകുമില്ല. ഞാനതിനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും, ഞാൻ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമ്മൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസിൽ അതിനോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുക, എനിക്കതിൽ സന്തോഷവും കിട്ടുന്നുണ്ടാവും. ഞാൻ ഹാപ്പി ആയിരിക്കും എപ്പോഴും എൻ്റെ എല്ലാ ഇഷ്ടങ്ങളിലും. ഞാനങ്ങനെ അതാ പറഞ്ഞത്, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന പോലും ആ വ്യക്തിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെയാണ് ഒരാളെ ഇഷ്ടപ്പെടുക. നമ്മളൊരാളെ ഇമ്പ്രസ് ചെയ്യുക, അയാളുടെ അറ്റൻഷൻ പിടിക്കുക, നമ്മളൊന്നും ചിന്തിക്കുന്ന ആളേ അല്ല. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതന്നെ വലിയ കാര്യം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്, ഹോണസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ ഇമ്പ്രസ് ചെയ്ത് ഫീൽ ചെയ്യിപ്പിക്കണം, ഭയങ്കരമായിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഫീൽ, അങ്ങനെ ഞാൻ ചിന്തിക്കാറേ ഇല്ല. കാരണം ഐ നോ എൻ്റെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്ത് കാര്യത്തിലാണ് ശരി, എൻ്റെ എല്ലാ ഇഷ്ടത്തിലാണ് ശരി. അപ്പോൾ ഞാനങ്ങനെ ഒരാളെ ഐ എം ദ ബെറ്റർ പേഴ്സൺ, ഐ എം ദ ബെസ്റ്റ് പേഴ്സൺ എന്ന രീതിയിലൊന്നും പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. ബിക്കോസ് ഐ നോ കൺസിസ്റ്റൻസി എന്നെ കൊണ്ട് പറ്റുന്നു. അപ്പോൾ
കൺസിസ്റ്റൻറ്റിയാണ് ഏറ്റവും ബെറ്റർ തിങ്. അത് ഞാൻ നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റ് ടൈപ്പിൽ ഞാൻ കൊടുക്കണം. നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലൊരു ഇഷ്ടം ഞാൻ എല്ലാം കൊണ്ട് അങ്ങനെ തള്ളൊന്നുമില്ല. നമ്മളത് കുറച്ച് 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 ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ഇപ്പോൾ ഭൂമിനെ ആ സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യണ പോലെ നമ്മൾ ആ പേഴ്സണെ ഓർബിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ ആ വ്യക്തി പോലും അറിയില്ല, നമ്മൾ കുറച്ച് മൈൻഡ് ചെയ്യണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എപ്പോഴും ക്രിക്കറ്റ് ഇഷ്ടമാണ്, എനിക്ക് എപ്പോഴും ചില കാര്യങ്ങൾ ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങൾ അതിപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിച്ചാലും ശരി, അത് നമ്മളെപ്പോഴും ഇപ്പോൾ അതിനകത്തേക്ക് എന്ത് ക്രിക്കറ്റ് പുസ്തകത്തെ കുറിച്ച് നോക്കും, ഇന്നെന്തായി കളി, ഇന്നത്തെ മാച്ച് എന്തായി കളി. അപ്പോൾ എവിടെയും ഇല്ലാത്ത കളിക്ക് പോലും എന്തായി പറഞ്ഞാൽ ഞാൻ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഭാഗമായിട്ട് ഇരിക്കുന്നതാണ്. എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അതുപോലെയുള്ള ഇഷ്ടങ്ങളാണ്. ഞാനൊരിക്കലും ഒരു പർട്ടിക്കുലർ പീരീഡിന് വേണ്ടി ആരെയും ഒന്നിനെയും ഇഷ്ടപ്പെടാറില്ല. ഐ ലവ് തിങ്സ് ഫോർ എനിത്തിങ് ഫോർ ദ ലൈഫ് ലോങ്, അല്ലേ, അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇഷ്ടപ്പെടാറില്ല. അതൊരു ഷോർട്ട് ടേം സന്തോഷം, ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു കാര്യം എന്ന രീതിയിൽ എനിക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നാറില്ല. ഞാൻ അതാ പറഞ്ഞത്, വളരെ കുറച്ച് ഇഷ്ടങ്ങൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷേ ലോങ് ടേം ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഇൻറ്റൻസായിട്ട് കൊണ്ടുപോകില്ല. കാരണം ഒരു മനുഷ്യനും ഒരു കാര്യം എല്ലാ കാലത്തും ഇൻറ്റൻസായി ചെയ്യാൻ കഴിയില്ല. ഒരു വൺ ടൈം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻറ്റൻസായി നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ട് ആ വ്യക്തിയെ വേണമെങ്കിൽ നമുക്ക് ഇമ്പ്രസ് ചെയ്ത് ആ വ്യക്തിയെ നമ്മുടെ പരിധിയിൽ വരുത്താം. ഞാൻ അതിന് ശ്രമിക്കാറില്ല. കാരണം ഈ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടും ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസായി ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഒരു കാര്യത്തിൽ നമുക്കങ്ങനെ ഇൻറ്റൻസായി പോകാൻ കഴിയില്ല. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കലി ആ ഇൻറ്റൻസ് പോയി കഴിഞ്ഞാൽ ഈവൻ ദോ ആ വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടം വന്നാൽ പോലും ലേറ്റർ ഓൺ നമുക്ക് ആക്ഷൻ ഇല്ലാതെ നിൽക്കേണ്ടി വരും. കാരണം നമ്മൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കാര്യം കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ആ എക്സ്ട്രീം വീണ്ടും ഒരിക്കൽ കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ അത് വേസ്റ്റ് ആവും. പിന്നെ അനാവശ്യമായ ഒരു വിഷമം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഒരു വ്യക്തിയോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് നമുക്ക് അവരുടെ മുന്നിലൊരു കൺസ്റ്റൻ്റ് ആയ ഒരു പേഴ്സണെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കും. അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയറാണ് ഞാൻ ആ വ്യക്തിക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാറ്. ഞാൻ ആ ഒരു ബിഹേവിയർ വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ആ പേഴ്സൺ എന്നെ ഇഷ്ടപ്പെടണം എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ വെക്കാറില്ല. എനിക്കൊരു വ്യക്തിയോട് കൺസിസ്റ്റൻ്റായി ഏത് രീതി ബിഹേവ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ നോക്കാറിട്ട് പോയത്. നമുക്കറിയാം ആ പേഴ്സൺ ഏത് കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മേ ബി നമുക്ക് എനിക്ക് ഒരിക്കലും എക്സ്ട്രീമായി ട്രൈ ചെയ്തിട്ട് ശ്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കില്ല. കാരണം ആ ഒരു കാര്യം കണ്ടിട്ടാകരുത് ആ വ്യക്തിക്ക് ഇൻ കേസ് നമ്മളോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് കരുതുന്നു. നോർമലായിട്ട് നമ്മളെ കൊണ്ട് എന്ത് പറ്റും, അതായത് നമുക്ക് റെഗുലറായിട്ട് എന്ത് ഡെലിവർ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് മൈ കപ്പാസിറ്റി. റെഗുലറായിട്ട് ആ ഒരു കപ്പാസിറ്റിൻ്റെ ബേസിലാണ് ഞാൻ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതത്ര ഈസി അല്ല, അല്ലേ. അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മളിത് കൊണ്ടുവന്ന് നടക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ശരി, നമ്മുടെ ബോഡിയിൽ ആ സന്തോഷം വരണം, നമ്മുടെ ബോഡി അത് ഫീൽ ചെയ്യാൻ കഴിയണം. ഓക്കെ, ഒരു പരിധി കഴിഞ്ഞാൽ ആർക്കും ഇത് പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാ റിലേഷൻഷിപ്പും ഒരു അത്യാവശ്യം കുറച്ച് കഴിയുമ്പോൾ ഇറിറ്റേഷൻ ആണ്, ബോറിങ് ആണ്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ നമ്മളതെ സന്തോഷപ്പെടുത്തും. ഒരു പരിധി കഴിയുമ്പോൾ അത് നമുക്ക് സന്തോഷം തരാതെയാവും, അല്ലെങ്കിൽ അതൊരു സമയം സ്പെൻഡ് ചെയ്യണം, വലിയ ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഇത് ലോങ് ടേമായി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഞാൻ എക്സ്പേർട്ടായിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ PhD അടുത്തുള്ള എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന പോലെ സന്തോഷം എനിക്കത് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ഞാൻ ചെയ്യേണ്ടത് എന്ന രീതി ഞാൻ അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയറാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. പക്ഷേ അത് ലിറ്റിൽ ബിറ്റ് ബോറിംഗ് ആണ് ഇനീഷ്യലി. കാരണം ഐ ബിലീവ് ഇൻ ദ കൺസിസ്റ്റൻറ്റി, നോട്ട് ഇൻ ദ ഇൻറ്റൻസിറ്റി. കാരണം ഐ ആം നോട്ട് ലുക്കിംഗ് ടു ഇംപ്രസ് ദ പീപ്പിൾ. ഒരു പേഴ്സൺ ഇംപ്രസ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പം കീപ്പ് ചെയ്യല്ല ഞാൻ ചിന്തിക്കാറുള്ളത്. ഒരു പേഴ്സൺ നമ്മളായിട്ട് നിന്നിട്ട് നമ്മൾ അയാളെ എങ്ങനെ ഇറ്റ്സ് എ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളെ റിയലൈസ് ചെയ്യും. കൺസിസ്റ്റൻസി ആണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻറ്റൻസിറ്റി വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യത്തിൽ ഡീപ്പായിട്ട് ട്രൈ ചെയ്യുക, ഓപ്പോസിറ്റ് ഒരു ഇമ്പാക്റ്റ് വരുത്തുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി അത്ര ഈസി അല്ല. കാരണം നമുക്ക് ഓരോ ഡേയ്സ് കഴിയുമ്പോഴും നമ്മുടെ ഒരു സമയം കഴിയുമ്പോഴും നമ്മളെ അഫക്റ്റ് ചെയ്യും പല കാര്യങ്ങളും. അപ്പോൾ നമുക്കത് കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പേഴ്സണെ കോൺസ്റ്റൻ്റായിട്ട് പേഴ്സണാണ് ശരി, എന്ത് കാര്യവും ശരി, ഒരു പ്രൊഫഷനാണ് ശരി, ഇപ്പോൾ ഒരു ക്രിക്കറ്റാണ് ശരി, എനിക്ക് സ്പോർട്സാണ് ശരി, എന്ത് കാര്യത്തിനും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്യുക പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. ബിക്കോസ് യു ആർ അണ്ടർ ഇൻഫ്ലുവൻസ്. പല കാര്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് വരും, നമ്മുടെ ലൈഫ്സിനെ അഫക്റ്റ് ചെയ്യും. ഇറ്റ്സ് നോട്ട് ഈസിയസ് ദാറ്റ്, ബട്ട് ഞാൻ ഒരു കാര്യത്തിൽ സമയം കൊടുക്കുമ്പോൾ ഐ നീഡ് ഹാപ്പിനെസ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഏത് രീതിയിൽ പ്രസൻറ്റബിൾ ആയാലാണ് അത് സന്തോഷബിളായിട്ട് നമുക്കത് പോകാമെന്നുള്ള രീതി അതിനനുസരിച്ച് ഞാൻ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഐ എം ഡൂയിങ് വെൽ എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്.
എനിക്ക് എപ്പോഴും കോൺസ്റ്റൻ്റായി ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരു 10 കൊല്ലം മുമ്പ് ചെയ്ത കാര്യം ഇപ്പോഴും ചെയ്യുമ്പോൾ സന്തോഷം തരും, അല്ലെങ്കിൽ ഐ എം സ്റ്റിൽ ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്കത് ബോറടിക്കാറില്ല. ഞാനിപ്പോൾ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എന്ത് രീതിയിലാണ് ബിഹേവ് ചെയ്തിട്ട് അതേ രീതി തന്നെ ഇപ്പോഴും ബിഹേവ് ചെയ്യാൻ, അതേ സന്തോഷം തന്നെ ഇപ്പോഴും എനിക്ക്. എനിക്കങ്ങനെ ആ ഒരു ഇതും ഒരു ഒരാളെ എനിക്കങ്ങനെ ബോറിങ് ആകാറില്ല. ഒരു പേഴ്സൺ എനിക്ക് ബോറടിക്കാറില്ല. പക്ഷേ എന്നെ ഒരുപാട് പേർക്ക് ബോറടിക്കാറുണ്ട്, ബട്ട് എനിക്ക് ബോറടിക്കാറില്ല. അത് ഞാൻ ആ രീതിയിൽ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, അതുകൊണ്ടാണ്.